വിൻഡോസ് 11 റിലീസ് ചെയ്തിട്ട് ഒരാഴ്ചക്ക് മുകളിലായി. ഈ ഒരാഴ്ച യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വിൻഡോസ് 11 എത്രത്തോളം നല്ലതാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അവിടെ കയറി നോക്കാം. ഞാൻ ആ വീഡിയോയിൽ തന്നെ വിൻഡോസ് 11 നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറയണമെന്ന് വിചാരിച്ചത്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് ആ വീഡിയോ നല്ല വശങ്ങളിൽ ഒതുക്കി നിർത്തേണ്ടി വന്നു. ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ പാർട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോസ് 11 എത്രത്തോളം മോശമാണെന്നുള്ള കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വിൻഡോസ് 11 യൂസ് ചെയ്തിട്ട് ഞാൻ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് പ്രോബ്ലംസാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് എൻ്റെ വിൻഡോസ് 10ൻ്റെ ഡെസ്ക് ടോപ്പ്. ഈ ഡെസ്ക് ടോപ്പിനകത്ത് ടാസ്ക് ബാർ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ടോപ്പ് പൊസിഷനിലാണ്. പക്ഷേ വിൻഡോസ് 11 വന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടാസ്ക് ബാർ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കി ഈ ഐക്കൺസ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ടാസ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ടാസ്ക് ബിഹേവിയറിൽ സെൻറ്ററും ലെഫ്റ്റും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഐക്കൺ മാത്രമേ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതല്ലാതെ വിൻഡോസ് 10 ചെയ്തിരുന്ന പോലെ ഈ രീതിയിൽ നമുക്ക് 4 സൈഡിലോട്ടും ടാസ്ക് ബാറിനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ടാസ്ക് ബാറിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടാസ്ക് ബാർ സെറ്റിങ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ടാസ്ക് മാനേജർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ടാസ്ക് മാനേജർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വിൻഡോസിൽ വന്നിട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക, ടാസ്ക് മാനേജർ എടുക്കുക. ഈ ഒരു രീതിയിലാണ് ടാസ്ക് മാനേജർ എടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് മാനേജർ എടുക്കാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് 10ൻ്റെ ടാസ്ക് ബാർ വിൻഡോസ് 11ൻ്റെ ടാസ്ക് ബാർ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിൻഡോസ് 11ൻ്റെ ടാസ്ക് ബാറിന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. ഈ ഹൈറ്റ് പറ്റുന്നത് തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. വിൻഡോസ് 11 നമുക്ക് ടാസ്ക് ബാർ ഹൈറ്റ് കുറക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ വിൻഡോസ് 10 ടാസ്ക് ബാർ ഹൈറ്റ് കുറക്കാനുള്ള ഓപ്ഷൻ കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്മോൾ ഐക്കൺസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് 10ൻ്റെ ടാസ്ക് ബാറിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. വിൻഡോസ് 11 അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അതുകൂടാതെ ഉള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ടാസ്ക് ബാറിലോട്ട് നമുക്ക് ഒരു സാധനം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിനുള്ള ഓപ്ഷൻ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ ഏതൊരു ഫയലതെ ഇപ്പം എനിക്ക് ഈ ഒരു ഇമോട്ട് എനിക്ക് ഇതിനകത്ത് കിടക്കുന്ന ഈ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ മാറ്റണമെന്നായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു ഇൻഡു ഐക്കനാണ് കാണിക്കണത്. നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഈ ഇതിലോട്ട് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പിലോട്ടോ പ്രീമിയറിലോട്ടോ ആഫ്റ്റർ എഫക്ട്സിലോട്ടോ ഇലിസ്ട്രേറ്ററിലോട്ടോ എന്ത് ഫയലിനെയും നമുക്ക് കൊണ്ടുവന്ന് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും ഈ ഒരു ഇൻഡോ ഐക്കനാണ് കൊടുത്തത്. നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കുറച്ച് ഗ്ലിച്ചും കൂടി ഇതിനകത്ത് പ്രശ്നമുണ്ട് എനിക്ക്. കാരണം ഞാനിവിടെ വന്നിട്ട് കലണ്ടർ ക്ലിക്ക് ചെയ്യണം. കലണ്ടറിൻ്റെ ഡേറ്റ് ആൻഡ് ടൈമിൽ ക്ലിക്ക് ചെയ്യാൻ ഡേറ്റ് ആൻഡ് ടൈമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മൗസ് ഉണ്ടോ ഇവിടെ വെക്കണ സമയത്ത് ഓട്ടോമാറ്റിക് അവിടെ ഒരു ഓപ്ഷൻ വന്ന് പോയി. അത് ഇതിൻ്റെ മുകളിൽ ഓവർ ചെയ്യുമ്പോൾ ഈ കാണിക്കുന്ന ഈ കണ്ടൻറ്റാണ് നമുക്ക് ഇവിടെ ഇതിന് മുന്നേ കാണിച്ചത്. കണ്ടോ, ഞാൻ മൗസ് ഇവിടെ വെക്കുകയാണെങ്കിൽ ആ കണ്ടൻറ്റ് എല്ലാം അവിടെ ജസ്റ്റ് വന്ന് പോകുന്നുണ്ട്. അത് അടുത്ത ഇത് ചിലപ്പോൾ ഫിക്സ് ചെയ്യുന്ന വിചാരിക്കുന്നു. പക്ഷേ എങ്കിലും അത് ചില സമയത്തൊക്കെ എനിക്കൊരു പ്രോബ്ലം ആയിട്ട് അത് തോന്നാറുണ്ട്. കണ്ടോ, നെക്സ്റ്റ് എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്പീക്കറിൻ്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തരുന്നത് സൗണ്ട് സെറ്റിങ്സും വോളിയം മിക്സറും തന്നത്. പക്ഷേ എനിക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്പീക്കറിൻ്റെ മോർ ഓപ്ഷൻസ് ആണ് എനിക്ക് വേണ്ടത്. വിൻഡോസ് 10 എനിക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്പീക്കറിൻ്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ വിൻഡോസ് 11 ആ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കറിൻ്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സൗണ്ട് സെറ്റിങ്സിൽ പോവുക. സൗണ്ട് സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഈ സ്പീക്കർ എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. എനിക്ക് ഈ ഒരു ഓപ്ഷൻ എനിക്ക് ഇങ്ങനെയല്ലാതെ എനിക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഗുണമായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഡോൾബി അറ്റ്മോസ് ഫോർ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ പല ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്ത് ചില ആപ്ലിക്കേഷൻ ഡിഫോൾട്ടായിട്ട് ഡിസേബിൾ ചെയ്ത് കളയും. അപ്പോൾ എനിക്കത് ഓൺ ആക്കാനായിട്ടുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ എടുക്കുന്നതായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇത്രയും കറങ്ങി വേണം എനിക്ക് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഓൺ ആണോ ഇല്ലയോ എന്ന് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഓപ്ഷൻ പോലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അവർ. പിന്നുള്ളത് നെറ്റ്വർക്കിൻ്റെ ഈ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് വരുന്നത് ഈ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സിൻ്റെ ഒരു ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സെറ്റിങ്സ് കിട്ടണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം ഞാൻ വന്നിട്ട് അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് മോർ നെറ്റ്വർക്ക് അഡാപ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോഴാണ് എനിക്ക് ഈ ഒരു മെനു കിട്ടുന്നത്. ഇത് മുന്നേ അതെടുക്കാൻ എളുപ്പമായിരുന്നു. ഇത് എന്നിട്ട് എനിക്കിപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഡിസേബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ പഴയൊരു സെറ്റിങ്സിൽ പോയിട്ട് IP മാറ്റലും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ വിൻഡോസ് 10 അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ വിൻഡോസ് 11 അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ട് ബട്ടണിലാണ്. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് സ്ക്രീൻ വരുന്നുണ്ട്. വന്നതിന് ശേഷം ഞാൻ ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ അതൊന്ന് താഴത്തോട്ട് പോയിട്ട് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നത്. എന്നിട്ടാണ് ഇതിൻ്റെ സെർച്ച് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് കണ്ട എപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് താഴത്തോട്ട് പോയിട്ട് പുതിയൊരു വിൻഡോ വന്നു. ഇത് ആക്ച്വലി നമ്മുടെ ഇവിടെ കൊർട്ടാനോ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ, ആ സെയിം ഒരു വിൻഡോ ആണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്ത് ടൈപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഈ ഒരു സെയിം വിൻഡോയിൽ തന്നെ സെർച്ച് റിസൾട്ട് കാണിക്കണ ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഇത് പക്ഷേ ഇങ്ങനൊരു ജമ്പിങ് കൂടി ഉണ്ട് എനിക്ക്. അത് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തോന്നി. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതെന്നേ ഉള്ളൂ. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആപ്ലിക്കേഷൻ തുറന്നിടാം. ഞാൻ ജസ്റ്റ് നമുക്ക് എക്സ്മീഡിയ റീകോഡ് തുറക്കാം. അതുപോലെ തന്നെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, മീഡിയ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ തുറക്കണോ? കാൽക്കുലേറ്റർ തുറക്കാം. കാൽക്കുലേറ്റർ തുറന്നു. വേറെ ആപ്ലിക്കേഷൻ നമുക്ക് തൽക്കാലം ഇത്രയും ആപ്ലിക്കേഷൻ മതിയായിരിക്കും. ഇതും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട്. ഞാൻ ഇനി ഡെസ്ക്ടോപ്പ് ഒന്ന് സ്വിച്ച് ചെയ്യാൻ പോവാണ്. ഞാൻ ഡെസ്ക്ടോപ്പ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ താഴെയുള്ള ഐക്കൺസിൻ്റെ ഒക്കെ ഒരു ഇത് നോക്കിക്കോട്ടെ. ഞാൻ ഡെസ്ക്ടോപ്പ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ട കുറച്ച് ടൈം ഡിലേ കഴിഞ്ഞിട്ടാണ് ഈ ഐക്കൺസ് എല്ലാം ഡിസേബിൾ ആവുന്നത്. ജസ്റ്റ് കുറച്ച് ടൈം ഡിലേ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ തിരിച്ച് പഴയ ഡെസ്ക്ടോപ്പിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടൈം ഡിലേ, ഒരു 1-2 സെക്കൻഡ് ടൈം ഡിലേ വന്നിട്ടുണ്ട്. അത് എനിക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ടൈം ഡിലേ വരുമ്പോൾ എനിക്ക് ചെറിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതെല്ലാം ചെറിയ ചെറിയ കംപ്ലയിൻസ് ഉണ്ടോ, പക്ഷെ അതൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയോണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഡിഫോൾട്ട് ആപ്പാണ്. ഡിഫോൾട്ട് ആപ്പിൻ്റെ സെറ്റിങ്സ് ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ യൂസേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, ഡിഫോൾട്ട് ആപ്സിൽ കയറാം. ഡിഫോൾട്ട് ആപ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഇൻ്റർനെറ്റ് ഒന്ന് ഇടക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഞാൻ നോർമൽ യൂസ് ചെയ്യണത് ക്രോമാണ്. പക്ഷെ കുറച്ച് നേരത്തേക്ക് എനിക്ക് മോസില്ല ഫയർഫോക്സ് ഉപയോഗിക്കണം. അപ്പം അതിനകത്തൊന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിനകത്ത് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ചൂസ് ബൈ ഡിഫോൾട്ട് ഫയൽ ടൈപ്പ് ഉണ്ട്, പിന്നെ ഡിഫോൾട്ട് ബൈ ലിങ്ക് ടൈപ്പ് ഉണ്ട്. ഫയൽ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫയൽ ടൈപ്പും ഇത്രയും ഫയൽ ടൈപ്പ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാത്തിലും പോയിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് ഫയൽ ടൈപ്പ് ആണെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കണം. അതല്ല ഇപ്പോൾ മോസില്ല എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് HTML ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം മാനുവലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോന്നിലും വന്നിട്ട് ഏത് ടൈപ്പ് HTML ആണ് വരുന്നത് അതിനെ ഡിഫോൾട്ട് ആക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം എടുത്ത് കഴിഞ്ഞാലും കണ്ടോ ഇങ്ങനെ നമ്മൾ മാനുവലായിട്ട് ഓരോന്നിൽ ചൂസ് ചെയ്ത് കൊടുക്കണം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ബ്രൗസറല്ല ഇപ്പോൾ മോസിലയിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തത്. ഞങ്ങൾ ഡിഫോൾട്ട് എല്ലാം മോസിലയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിഡ്ജറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണം. വിഡ്ജറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിഡ്ജറ്റ് ഇപ്പോൾ തൽക്കാലം ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഞാനിപ്പോൾ അതിനകത്ത് വന്നിട്ട് പേഴ്സണലൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ ടാസ്ക് ബാറിൽ വിഡ്ജറ്റ് ഞാൻ എനേബിൾ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വിഡ്ജറ്റ് അവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വിഡ്ജറ്റ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ വെതറിലൊന്ന് ക്ലിക്ക് ചെയ്തു. വെതറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെതർ ലോഡായിരിക്കുന്നത് മോസിലല്ല, ഇത് വിൻഡോസിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞ ബ്രൗസറിലാണ് ലോഡായിരിക്കുന്നത്. പക്ഷേ എൻ്റെ എല്ലാ ഡിഫോൾട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് മോസിലയിലാണ്. പക്ഷേ ഇതിനകത്ത് എഡ്ജിലോട്ടാണ് വിഡ്ജറ്റിൽ നിന്നുള്ള എല്ലാ ലിങ്കും പോകുന്നത്. വേറെ ഏതെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇത് ക്ലിക്ക് ചെയ്യണ സമയത്തും ഇതും നമ്മുടെ എഡ്ജ് എന്ന് പറഞ്ഞ ബ്രൗസറോട്ടാണ് ഇത് ലോഡായിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡാറ്റ യൂസേജ് ആണ്. ഡാറ്റ യൂസേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റിൽ ഡാറ്റ യൂസേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ യൂസേജ് പ്രൊവൈഡ് ചെയ്യാൻ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തേക്കുന്ന ഏത് ബ്രൗസറിലാണോ യൂസ് ചെയ്തേക്കുന്നത്, സ്റ്റീമിനകത്താണോ ഏതിനകത്താണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തേക്കണേന്ന് ഇവിടെ കാണിച്ച് തരുന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഇതിലും കൂടി റീസെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ എനിക്ക്
സ്റ്റീമിനകത്തുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കിവിടെ ലിമിറ്റൊക്കെ തന്നിട്ടുണ്ട്. എത്രയാണ് നമ്മുടെ ഡാറ്റ ലിമിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡാറ്റ കുറവുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്. പക്ഷേ നമുക്ക് സിംഗിളായിട്ട് ഒരു ആപ്പിൻ്റെ ഡാറ്റ മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ടാസ്ക് ബാറാണ്. ടാസ്ക് ബാറിൻ്റെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ടാസ്ക് ബാർ ബിഹേവിയേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മൾട്ടി ഡിസ്പ്ലേയിൽ ടാസ്ക് ബാറിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ 2 മോണിറ്റർ യൂസ് ചെയ്യണ സമയത്ത് ടാസ്ക് ബാർ 2 മോണിറ്ററിലും പറ്റണോ വേണ്ടയോ എന്നുള്ളൊരു ഓപ്ഷനാണിത്. പക്ഷേ ഇങ്ങനെ 2 മോണിറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് രണ്ടാമത്തെ മോണിറ്ററിൽ, അതായത് സെക്കൻഡറി മോണിറ്ററിൽ ഡേറ്റും ടൈമും കാണിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുൾ സ്ക്രീനായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് രണ്ടാമത്തെ മോണിറ്ററിൽ നോക്കാൻ ചില സമയം അറിയാൻ പറ്റുമായിരുന്നു വിൻഡോസ് 10-ൽ. പക്ഷേ വിൻഡോസ് 11-ൽ ആ ഒരു ഫീച്ചർ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു ബൈ.